അങ്ങനെ പറഞ്ഞു ഇത്ര നേരായെന്ന് കാത്തിക്കണ്. ഞാൻ പെണ്ണ് വേറെ ആരെയും കെട്ടിപ്പോയിണ്ടാവും. വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. ഇനി ഒരു മിനിറ്റോ ഈ വല്ലാണ്ട് ഇരിക്കല്ലോ. എനിക്കത് തമാശയായിട്ട് തോന്നുന്നു. ഇതെന്താ കിരീട്ടാ ഇത്? അതേതാ കമ്പൈമിലാറ്റം കൊളുത്തിയതാ. ഞാനല്ല, ഇന്ന് സജിയ കൂടെ പോണ്ട്. ഗിരീനെ ഇങ്ങനെ ഒറ്റക്ക് വിടരുന്ന് പറഞ്ഞിട്ടല്ലേ? സജി അല്ലെങ്കിൽ കേക്ക് കൂടെ പോണെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓനെ എങ്ങനെ വെറുതെ ചീത്ത പറയണ്ട. കൈ പൊള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എവിടെ നോക്കട്ടെ. ചേട്ടാ, എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി, നമ്മുടെ സൈറ്റിലെ പണിയുടെ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ആ ഞാനേ ചോട്ടുക്കൂനെ കൂടി വിളിക്കട്ടെ. ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ തേതോ, പൈസ എടുക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി, 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്. ബാക്കി തേതോ. ഏടാ 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ? അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ? ശരിട്ടാ. അങ്ങനെയാണെങ്കിൽ മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അത് എന്ത് പറഞ്ഞാലും ഇതെന്തായിട്ട് കിണറ്റുകരയിലൊരു ആൾക്കൂട്ടം. കിണറാന്നുള്ള മനസ്സിലാവില്ലല്ലോ. കിണറാണ്. നീ കാണാൻ വന്ന പെണ്ണ് കിണറ്റി ചാടിയോ? എന്റെ ഫോട്ടോ അങ്ങനെ കുട്ടി നേരത്തെ കണ്ടോ? ഒന്നുമില്ല. ഇറങ്ങിറങ്ങൊന്ന് പോയോ. മോളിക്കുട്ടി പിടി. അത് കൂടെ ഇല്ലേ, മോൾ ഉറങ്ങാൻ കൂടി ഇല്ല. അച്ഛയില് കേറി കളഞ്ഞ് നല്ലോണം പിടിക്കാനില്ലേ? മതിൽ പിടിച്ചോ. നല്ല ബംഗാളിയല്ല അച്ഛാ. അയക്ക് എന്തേ കൊടുക്കും. പണി പാളിടാ. आपने अच्छा काम किया भाई. ये लो കിട്ടുമ്പോ കിട്ടും. പക്കടോ ഭായ്. എന്റെ പെർഫോമൻസ് അടിപൊളിയായിനി. അപ്പൊ ശരി, കുറച്ച് പണികളുണ്ട്, ഞങ്ങൾ കൊണ്ടുപോവാട്ടോ. നല്ല ബംഗാളി. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 14-ാം വാർഡിലെ 36-42 ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച 8 വോട്ടുകൾ ആരോ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. അത് പിന്നെ സഖാവ് അവിടെ ഇരിക്ക്. പാർട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം, അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. ഇന്നെപ്പോലെ കല്യാണം കഴിക്കാൻ പെണ്ണും കിട്ടാത്ത ചെറുപ്പക്കാരുടെ നീർന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം. ഒരു കമ്മ്യൂണിസ്റ്റ് മാട്രിമോണി തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചൈനന്നോ കൊറിയെന്നോ പെണ്ണുങ്ങൾ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ പട്ടായെന്ന് കുറച്ച് പിള്ളേരൊക്കെ മസാജിങ് നടക്കല്ലോ. സഖാ തൽക്കാലം അവിടെ ഇരിക്കുക. ഈടെ പെണ്ണ് കെട്ടിയൊരു പ്രശ്നമായി തീരുമാനമാവട്ടെ കേട്ടാ. ഈ പരിപ്പോടൊക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ? അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേർ പോകുന്നുണ്ട്. ഇവിടെ ദിനേശ് മാഷും കൂടെ പോട്ടെ, ഏതെങ്കിലും എഴുത്തുകൂത്തിനൊക്കെ വേണ്ടിയിട്ടേ. അല്ല, ദിനേശൻ പോയാലെങ്ങനെയാ? അപ്പൊ നാളെ SM കോളേജിലെ NSS കുട്ടികൾ വരുമ്പോൾ ഓട്ടോ ആരും നോക്കും? തൽക്കാലം ഇന്ത്യൻ മാനേജ് ചെയ്യ്. ഇരി സജ്ജക്കണ്ടല്ലേ ഇവിടെ. എന്താ ഗിരി? ആയിക്കോട്ടെ. അപ്പൊ തന്നെ പിരിയാം.
അപ്പോൾ ദിനേശ നാളെ കാണാം. ഇന്നത്തെ മിനിറ്റ്സ് നീ ഇന്ന് നാളെ പാർട്ടി ഓഫീസിൽ വെച്ചേക്ക് കേട്ടാ. ഡാൽസലാം. നടക്കണം. എടുക്കണോ? ദിനചേട്ടെങ്കിലും ലേറ്റ് ആയിന് കുറച്ച്. അല്ല മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിന്? ആ ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആണോ? നമ്മുടെ KVG അല്ലേ ട്രഷർ. അപ്പം നമുക്ക് എട്ടയ്ക്ക് പണിയായല്ലോ. ഗിരി അവിടെ വണ്ടി പോണ കണ്ടില്ലല്ലോ. ചിലപ്പോൾ അവനും കേക്ക് കൂടി വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് പണി ഉണ്ടായിട്ട് ഞാനൊക്കെ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചരാ. ഇലക്ട്രിക് ബോംബ് നല്ലല്ലേ? നന്നായിട്ടുണ്ട്. ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിൽ നിന്ന് നോക്കി കണ്ടു പഠിച്ചതാ. എങ്ങനെയുണ്ട്? കണ്ടുപോയോ? ഇതെന്താ പെട്ടെന്നൊരു കറണ്ട് പോക്ക്? ഞാൻ ഇലക്ട്രിക് ബോംബ് അവിടെ ചാർജിൽ വെച്ചിനല്ലോ. ഇനിയിപ്പോൾ അത് വല്ലതാണോ? ഞാനിപ്പോൾ വരാട്ടോ. ശരി എന്നാ. ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടാ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മോനാ ദിനേശൻ. NSSന്റെ കുട്ടികളാ. ഇന്ദു ഉണ്ടാക്കിയ. ഈ ഇപ്പൊ എങ്ങടെ പോണ്? അവിടെ നിറച്ച് പെൺകുട്ടികളാ. ഈ പുറത്തുനിന്ന് കുളിച്ചാ മതി. തോർത്തി ഞാൻ എടുത്തോണ്ട് വരാം. ഇന്ന് കോലായിൽ കിടക്കേണ്ടി വരും കേട്ടാ. ഗിരി വന്നല്ലോ. ആ വന്നാ അവിടെ ഉണ്ടാവുമ്മ. ആ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങാടി കൂടെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങളവിടെ സ്കൂളിലുണ്ടായിരുന്നു. ഈ എന്താ ലേറ്റ് ആയത്? നിങ്ങളെന്താ ലേറ്റ് ആയ? ഞാൻ ഇപ്പം എത്തിയുള്ളൂ. ആ NSSന്റെ പിള്ളേർ പറഞ്ഞാൽ ലേറ്റ് ആയിനടോ. ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി പെൺകുട്ടികളെല്ലാം 5-6 വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് കുട്ടികൾ. എല്ലാം നമ്മുടെ ഇന്ദുവിന്റെ പ്ലാനാ. ആ ഹിന്ദു സഖാവിന്റെ അടുത്ത് കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ ഒരു 5 എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അത് ചെയ്തില്ല. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. ദേ പുള്ളയിക്കില്ല ഇവിടെ. പേടി ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം. ആർക്ക്? അല്ല ഇവന്. ആ എനിക്ക് അത്ര പേടിയൊന്നുമില്ല. എന്താ ഇത്ര സ്നേഹം പെട്ടെന്ന്? അല്ലടാ ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണ്. ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം. രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റിങ്ങിന് പോകും. അതായിരിക്കും പേടിയുണ്ട്. കോമഡിയാ. ആ വീഡിയോ കോൾ വരുന്നുണ്ട്. വീഡിയോ കോൾ. NSSന്റെ കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുറച്ചു പേരെ എന്റെ വീട്ടിലേക്ക് വിട്ടോ. അയ്യോ അത് മാഷ്ക്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ കുറച്ച് ആൺകുട്ടികളുണ്ട്. ഓരോ മാഷ വീട്ടിലേക്ക് വിടാം. ഫോണിലെ ചാർജ് പോയി. ആൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് ചാർജ് ഇല്ലാത്ത ഫോണായിട്ട് അറിയാം. എന്നാ ഞാൻ പോട്ടെ. ശരി. അപ്പം ഞാൻ ഗിരിനെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരണമെന്നില്ല. വരും. പതുക്കെ വന്നാൽ മതി. അല്ല ഗിരിയെ മാഷ വീട് ഇങ്ങോട്ടല്ലേ? വെറുതെ ഇരിക്കൊക്കെ. സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ തന്നു, ഞാൻ കൈ നീട്ടി സ്വീകരിച്ചു. ഇൻക്ലാബ് 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 സിന്ദാബാദ്. എടാ അർജന്റായിട്ട് തിരുവനന്തപുരത്തെത്തണം. വെച്ചിട്ട് പോയപ്പോരെ? ഇൻഡിഗോ ഇപ്പോൾ ലാൻഡ് ചെയ്യണം. എവിടെ വാടോ? ഇൻഡിഗോ. ആഹാ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഇനി വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ?
എന്റെ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. അടി വാ. നമുക്ക് മനുവിനോട് പറഞ്ഞു നാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഇന്നത്തെ പോലെ ലേറ്റായി പോറ്. ശ്രദ്ധിച്ചു പോണേ. അയ്യോ NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്.